ചാഴൂർ കോവിലകം പടവിൽ കനത്ത കൃഷിനാശം. ഞായറാഴ്ച നടിയിൽ പൂർത്തിയാക്കിയ പടവാണ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയത്. 450 ഏക്കറിലാണ് കൃഷിനാശമുണ്ടായത്. നിലമൊരുക്കലും വളമിടലും തുടങ്ങി വലിയ തുക കൃഷിക്കായി ഇറക്കിയ കർഷകർ കൃഷി വെള്ളത്തിലായതോടെ ആശങ്കയിലാണ്. ഞങ്ങളുടെ നാട് ഞായറാഴ്ചയോടുകൂടി അവസാനിച്ചതാണ്. അന്ന് ഉച്ചയ്ക്കിലാണ് നല്ല മഴ പെയ്തിട്ട് കുറച്ച് നടാനുള്ളവർ അവർ കയറിപ്പോയി, നടാൻ പറ്റാണ്ട്. പിന്നെ മഴ അന്ന് തൊട്ട് പിടിച്ച മഴ ഇന്ന് രാവിലെ വരെ പിടിച്ചു, അല്ലാതെ മുങ്ങിപ്പോയി. ഒരു ഏക്കറയ്ക്ക് 35,000 രൂപ ഏറ്റവും ചുരുങ്ങിയത് ചിലവ് വരും. ഇപ്രാവശ്യം നാടായപ്പോൾ അതിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്നതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അങ്ങനെ എല്ലാതും പോയി. ഇനി എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് ഗവൺമെൻറ് തരുമോ ഒന്നും അറിയില്ല. ഇന്ന് MLA മോഹൻദനെ കണ്ടപ്പോൾ കളക്ടറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഷട്ടർ മുഴുവൻ തുറക്കുമെന്ന് പറഞ്ഞു. അത് തുറന്നില്ലെന്ന് അറിയില്ല. വലിയ നഷ്ടമാണ് ഓരോ കർഷകനും ഉണ്ടായിരിക്കുന്നത്. കാലങ്ങളായി തുടരുന്ന കൃഷിനാശം കർഷകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്നും പലരും കൃഷി ഉപേക്ഷിക്കാൻ തന്നെ ഒരുങ്ങുകയാണെന്നും കർഷകർ പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് പണിക്കൂലി, മറ്റേ കൂലി, മറിച്ചേ കൂലി, ലേബർ ചാർജ് ഇതെല്ലാം കൂടിയിട്ട് 1,50,000 ഇപ്പോഴേ ഓൾറെഡി ചിലവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം മഴ പെയ്തപ്പോൾ ഇതൊക്കെ ഫ്ലാറ്റായിട്ട് ഇതിനൊരു ഇമ്പോർട്ടൻസും മീഡിയകളോ അല്ലെങ്കിൽ മറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളോ ഇതൊന്നും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. പ്രൊജക്റ്റ് ചെയ്യേണ്ട കാര്യം പ്രൊജക്റ്റ് ചെയ്യാണ്ട് അവിടെ 10 ഏക്കർ വരുന്നു, ഇവിടെ 15 ഏക്കർ പോയി. ആകെ പ്രൊജക്റ്റ് ചെയ്തത് മനോരമ ന്യൂസിൽ നിന്ന് പറഞ്ഞത് പുള്ള് തൊട്ട് മനക്കൊടി വരെയുള്ള റോഡ് കവിഞ്ഞു, റോഡ് പൊട്ടി, അതിൻ്റെ മുകളിൽ വെള്ളം പോവാന്ന്. അപ്പോൾ ഈ 500 ഏക്കർ കൃഷി നശിച്ചതിന് ഒന്നും പറയാനില്ല. അതൊന്നും ഒരാൾക്കും യാതൊരു ആവശ്യമില്ല, ഇതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അത് ശരിയല്ല. ഭാഗത്ത് അന്തിക്കാട് കോൽപ്പടവിൻ്റെ പുള്ള് ഭാഗത്തേക്ക് ബണ്ട് പൊട്ടുന്ന അവസ്ഥയിൽ അത് നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് 500 അടിക്കാനായിട്ട് പറഞ്ചാൽ വെള്ളം വീർത്തതിന് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഉച്ചയോടുകൂടി അടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നാശനഷ്ടം കൃഷി ഓഫീസറെ ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഊപ്പ് കുറഞ്ഞ വിത്ത് അലോട്ട്മെൻറ്റ് ചെയ്യാനായിട്ട് മാഡം അതിൻ്റെ റിക്വയർമെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത ഇനി കൃഷികർക്ക് തുടരാൻ സഹിക്കാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം തന്നെ വലിയ നഷ്ടം സംഭവിച്ച പടവിൽ കോവിലം പടവ്. കഴിഞ്ഞ തവണയുണ്ടായ കൃഷിനാശത്തിന്റെ നഷ്ടപരിഹാരം ഇനിയും ലഭിച്ചിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പിന്തുണയുണ്ടായാൽ മാത്രമേ ഇത്തവണയുണ്ടായ കൃഷിനാശത്തിൽ നിന്ന് കരകയറാൻ സാധിക്കൂ. വെള്ളമിറങ്ങിയാൽ കൃഷി തുടരാനായി മൂപ്പ് കുറഞ്ഞ വിത്ത് നൽകണമെന്ന് കൃഷി അധികൃതരോട് കോവിലകം പടവിലെ കർഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്തിക്കാട് പടവിലെ പുള്ള്, ഭഗവതിക്കോൾ, മണ്ടിത്തറ, കായലിക്കോൾ എന്നിവിടങ്ങളിലും വലിയ തോതിൽ വെള്ളമുയർന്നിട്ടുണ്ട്.